ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മഞ്ചൂരിയൻ ആണ്. വെൽക്കം ടു ദ വീഡിയോ. ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാനായി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബോൺലെസ് ആയിട്ടും എടുക്കാം, കുറച്ച് ബോണൊക്കെ കൂടി ചേർത്തും എടുക്കാവുന്നതാണ്. ചെറുതായി കട്ട് ചെയ്തെടുക്കണം. 1 ക്യാരറ്റ് ചെറുതായി സ്ലൈസ് ചെയ്ത് നേരിയതായി സ്ലൈസ് ചെയ്തത്, 6 അല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത്, 1 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത്, 1 മീഡിയം സൈസ് സവാള ക്യൂബ്സായി കട്ട് ചെയ്ത് ഇതളുകളായി അടർത്തിയത്, 1 ക്യാപ്സിക്കം ക്യൂബ്സായി അരിഞ്ഞത്. പിന്നെ നമുക്ക് സോയ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, കോൺസ്റ്റാർച്ച്, ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, ഇത്രയാണ് വേണ്ടത്. നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യാം. അതിനായി ചിക്കനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 മുട്ടയുടെ വെള്ള, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇത്രയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ മാവ് ചിക്കനെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് പോലെയല്ല, ഇതിലേക്ക് നമ്മൾ സോയ സോസ് ഒന്നും ചേർത്ത് കൊടുത്തിരുന്നില്ല. ചിക്കന് നല്ലൊരു ചിക്കൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും ഇതിന് മുന്നിട്ട് നിൽക്കുന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻ ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് ഓരോ ചിക്കൻ പീസും ഇട്ട് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാൻ. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചിക്കൻ പീസ് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ പീസ് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കിട്ടാൻ ഒരു 6 മിനിറ്റ് എടുക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറാകും. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഓർക്കുക, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരുപാടങ്ങ് കളർ മാറും, ഉള്ളു വേവത്തുമില്ല. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കനൊക്കെ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാം. അതിനായി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നേരെ ഒന്ന് ഇളക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത പച്ചമുളക്, സവാള കൂടി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം. 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി, ഓവർ കുക്കായി പോകരുത്. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കും ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുത്ത് 1-2 സെക്കൻഡ് നേരം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരട്ടെ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്രഷ് ചെയ്ത 1/2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കോൺസ്റ്റാർച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒന്നാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. മറ്റു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.